ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാല പൈക പൊൻകുന്നം വഴി എരുമേലിയിലേക്കാണ്. എരുമേലിയിലാണ് കേരളത്തിൻ്റെ 5ാമത്തെ എയർപോർട്ട്, അതായത് ശബരിമല എയർപോർട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാലായിലെ റിവർ വ്യൂ റോഡ് വഴിയാണ്. ഈ കാണുന്നതാണ് പാലായിലെ താലൂക്ക് ഹോസ്പിറ്റൽ. പാലായിലെ വലിയ പാലമാണ് ഈ കാണുന്നത്. മീനച്ചിൽ നദിക്ക് കുറുകെയുള്ള പാലമാണ് പാലായിലെ വലിയ പാലം എന്ന് പറയുന്നത്. മൂവാറ്റുപുഴ പുനലൂർ ഹൈവേ വഴിയാണ് ഇപ്പം നമ്മൾ പൊൻകുന്നത്തിന് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരു ഇളനീർ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടരുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ പൊൻകുന്നത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കോട്ടയം കുമളി റോഡാണ് ഈ പൊൻകുന്നം വഴി പാസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൊൻകുന്നത്ത് നിന്നും എരുമേലിയിലുള്ള പാത വഴിയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ എരുമേലിയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2570 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ഈ എസ്റ്റേറ്റിലാണ് നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരുന്നത്. നിലവിൽ കേരളത്തിൽ 4 എയർപോർട്ടുകളാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഇവയാണ് ആ എയർപോർട്ടുകൾ. ശബരിമല തീർത്ഥാടകരെ കൂടാതെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒരു എയർപോർട്ടാണ് ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റബ്ബർ പ്ലാന്റേഷനാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് എരുമേലിയിലും മണിമലയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിൻ്റെ ചില ഭാഗങ്ങളിൽ റബ്ബർ തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷി നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു ഭൂപ്രകൃതിയാണ് ഈ എസ്റ്റേറ്റിലുള്ളത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. പഞ്ചതീർത്ഥ ആദി പരാശക്തി ദേവസ്ഥാനം എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. അഞ്ചുകുഴി ക്ഷേത്രം എന്നും വിളിക്കപ്പെടും. ഈ പുഴയുടെ അക്കരെയാണ് ഈ ക്ഷേത്രം, പഞ്ചതീർത്ഥ ആദിപരാശക്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ടുള്ള നടപ്പാതയിൽ കൂടി നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നമുക്ക് ഈ നടപ്പാതയിൽ കൂടി നടക്കാം.
ഈ പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ. നല്ല ശക്തമായ ഒഴുക്കാണ് ഈ പുഴയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചപാണ്ഡവർ അവരുടെ വനവാസ കാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട 5 കുഴികൾ ഈ പുഴയിലുണ്ടെന്ന് കരുതുന്നു. ഇപ്പം വെള്ളം ശക്തമായതിനാൽ നമുക്ക് ആ 5 കുഴികൾ കാണാൻ സാധിക്കില്ല. എന്നാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ ആ 5 കുഴികൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ഒരു ദുർഗാ ക്ഷേത്രമാണ്. ഇത് സ്വയംഭൂവാണ്. ഇവിടെ പ്രത്യേക ഒരു പ്രതിഷ്ഠ കാണാനില്ല. സ്വയംഭൂ ആയതിനാൽ പ്രത്യേക പ്രതിഷ്ഠയില്ല. ക്ഷേത്രത്തിൻ്റെ വീഡിയോയോ ഫോട്ടോയോ നമുക്കെടുക്കാൻ അനുവാദമില്ലാത്തതിനാൽ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോകളോ വീഡിയോകളോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭജനമിരിക്കുന്നതിനായി ധാരാളം ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. രാഷ്ട്രീയത്തിലും സിനിമയിലുള്ള ധാരാളം VIP-കൾ ഇവിടെ വന്ന് ഭജനമിരിക്കാറുണ്ട് എന്ന് ഇവിടുത്തെ പൂജാരി ഞങ്ങളോട് പറയുകയുണ്ടായി. ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലാണ് ഈ ക്ഷേത്രം. ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരുമ്പോൾ ഈ ക്ഷേത്രഭൂമി കൂടി ഏറ്റെടുക്കുമോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ അത് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ പുഴയിൽ പഞ്ചപാണ്ഡവരാൽ 5 കുഴികൾ നിർമ്മിച്ചു എന്ന് നേരത്തെ പറഞ്ഞിരുന്നതല്ലോ. അങ്ങനെ 5 കുഴികൾ ഉള്ളതിനാലാണ് ഈ ക്ഷേത്രത്തിന് 5 കുഴി ക്ഷേത്രം എന്നുകൂടി പേര് ലഭിച്ചത്. ഇത് ആ മുകളിൽ കാണുന്ന ക്ഷേത്രമാണ് പഞ്ചവന ക്ഷേത്രം. ഗണപതി ക്ഷേത്രമാണ് ആ കാണുന്നത്. 5 കുഴി ക്ഷേത്രം അഥവാ പഞ്ചതീർത്ഥ ആദി പരാശക്തി ടെമ്പിളിലേക്ക് എരുമയിൽ നിന്ന് കേവലം 3.4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ചെറുവള്ളി എസ്റ്റേറ്റിന് വളരെ സമീപത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ എത്തുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി എരുമേലി റോഡിൽ നിന്ന് ചെറുവള്ളി എസ്റ്റേറ്റിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഏതാനും മീറ്ററുകൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഈ 5 കുഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. എരുമയിൽ നിന്നാണ് എങ്കിൽ ഏകദേശം 3.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് 5 കുഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ചെറുവള്ളി എസ്റ്റേറ്റിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ഞങ്ങൾ എരുമേലിയിലേക്ക് യാത്ര തുടരുകയാണ്. ഞങ്ങളങ്ങനെ ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടി യാത്ര ചെയ്ത് എരുമേലിയിലേക്ക് മടങ്ങുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെയാണ് ഭാവിയിലെ ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരുന്നത്.
ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെ 2500ഓളം ഏക്കർ സ്ഥലമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളത്. ഇത് ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻഫീൽഡ് എയർപോർട്ടിൻ്റെ പണികൾ താമസിയാതെ തന്നെ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ എരുമേലിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എരുമേലിയിലെ അയ്യപ്പ ക്ഷേത്രവും അതുപോലെ തന്നെ വാവൂരുസ്വാമിയുടെ പള്ളിയും മറ്റും കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എരുമേലിയിലേക്ക് പോകുന്നത്. എരുമേലിയിലെ വിശേഷങ്ങളുമായി മറ്റൊരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെയും നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ തീർച്ചയായും എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.